അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വെള്ളിയാഴ്ചയിലെ മഗ്‌രിബിന് ശേഷമുള്ള വിജ്ഞാനവേദിയിൽ നമ്മൾ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ജനിച്ചാൽ മരിക്കുമെന്നത് പ്രത്യേകിച്ച് തെളിവുകൾ നിരത്തിത്തരാതെ തന്നെ നമുക്ക് ബോധ്യമുള്ള, ദൃഢതയുള്ള ഒരു കാര്യമാണ്. മരണം എല്ലാ ദേഹവും ആസ്വദിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ ഓരോ മരണങ്ങളും വ്യത്യസ്തമായ കാരണങ്ങളാലായിരിക്കും സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈവേയിലുണ്ടായ അപകടം വാർത്തകളിലൂടെ വായിച്ചു. ഒരു ബസ് മറിഞ്ഞ് ഡിവൈഡറിലേക്ക് വരികയും ബസ് നശിക്കുകയും അതിൽ മരണമുണ്ടാവുകയും ചെയ്തു. ചില വാർത്തകൾ കേൾക്കും, രാത്രിയിൽ ഒന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി കിടന്നതാണ്, രാവിലെ എണീറ്റിട്ടില്ല എന്ന വാർത്ത കേൾക്കും. അല്ലെങ്കിൽ വെറുതെ നടന്നുപോയതാണ്, വണ്ടി എതിരെ വന്നിടിച്ചതാണ്, റോങ് സൈഡ് കയറി വന്ന് ഇടിച്ചതാണ്. അല്ലെങ്കിൽ ചില ആളുകൾ രോഗം മൂലം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, വ്യത്യസ്തമായ കാരണങ്ങളാൽ അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തു നിന്ന് ഞാനും നിങ്ങളും വിട പറയേണ്ടവരാണ് എന്നത് നമുക്ക് തെളിവില്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, എങ്ങനെ മരിക്കേണ്ടി വന്നാലും എപ്പോൾ മരിക്കേണ്ടി വന്നാലും അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി മരണപ്പെടാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമെന്നത് കുറേ സമ്പത്തോ അല്ലെങ്കിൽ അധികാരങ്ങളോ കാറും ബംഗ്ലാവും അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമല്ല. ഇതൊന്നും കിട്ടാത്തവനും അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയാൽ അവനാണ് യഥാർത്ഥത്തിൽ മറ്റു സൗകര്യങ്ങൾ ദുനിയാവിൽ കിട്ടിയവനേക്കാൾ വിജയിച്ചവൻ. കുറേ സമ്പത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. അധികാരമുണ്ടായിരുന്നു എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകം പരിഗണന ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ അതുണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി കൂടി ലഭിച്ചാൽ അവൻ വമ്പിച്ച വിജയം കൈവരിച്ചവനാണ്. ഇതൊന്നും ദുനിയാവിലെ സുഖ സൗകര്യങ്ങളൊന്നുമില്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇരുലോകത്തും വിജയിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ 45 തവണയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയെക്കുറിച്ച് റിള എന്ന കലിമത്ത് അള്ളാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയത്. പണ്ഡിതന്മാർ അവിടെ വിശദീകരിക്കുന്നിടത്ത് കാണാൻ കഴിയും, ഇങ്ങനെ ആവർത്തിച്ച് 45 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൃപ്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ അഹമ്മിയത്ത് എന്താണ് എന്നും പഠിപ്പിച്ചു നൽകുന്നു എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. എത്രത്തോളം നമ്മൾ നിസ്കരിക്കുന്ന എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയാണ്. നമ്മൾ നോമ്പ് നോക്കുന്ന എന്തിനാണ്? സ്വർഗത്തിന് വേണ്ടിയാണ്. നമ്മൾ മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നത്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എല്ലാം സ്വർഗം എന്ന ഒരു പ്രതീക്ഷ, അത് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം നന്മകളിൽ മുന്നേറുന്നതും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ ഇപ്രകാരമാണ്, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു തആല ജനങ്ങളോട്, സ്വർഗനിവാസികളോട് വിളിച്ചു ചോദിക്കുന്നതാണ്, യാ അഹ്ലൽ ജന്ന. അപ്പോൾ സ്വർഗനിവാസികളെല്ലാം തിരിച്ച് റബ്ബിന് മറുപടിയായിക്കൊണ്ട്, ലബ്ബൈക റബ്ബന വസഅദൈക വൽ ഖൈറു ഫീ യദിക, അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കണം, സകല ഖൈറുകളും നിന്റെ അടുക്കലാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ച് അള്ളാഹുവിന് വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ സ്വർഗനിവാസികൾ മറുപടി പറയുമ്പോൾ, സ്വർഗനിവാസികളോട് അള്ളാഹുവിൻ്റെ ചോദ്യം, ഹൽ റളീതും, നിങ്ങൾ തൃപ്തിയടഞ്ഞിട്ടുണ്ടോ? ആരെടുത്ത ചോദ്യം? സ്വർഗനിവാസികളോടാണ്. ആ സ്വർഗനിവാസികളുടെ അവസ്ഥ എന്താണ്? ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നിടത്ത്, സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിടത്ത്, ഒരു സുദീർഘമായ ഹദീസിൽ ഏറ്റവും അവസാനം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിശ്വാസത്തിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ, ഉദ്ഖുൽ, നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ, ഈ മനുഷ്യൻ അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് പറയും, അല്ല റബ്ബേ, എല്ലാ സ്വർഗനിവാസികൾ എടുക്കേണ്ടതെല്ലാം എടുത്തു കഴിഞ്ഞു, ഇനി എനിക്കെന്താണ് അവിടെ ബാക്കിയുള്ളത് എന്ന് ചോദിക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ച് ഈ മനുഷ്യനോട് ചോദിക്കുന്നതാണ്, നിനക്ക് ദുനിയാവിലൊരു മുലുക്കിന് അല്ലെങ്കിൽ രാജാവിന് കിട്ടുന്ന സമാനമായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ കിട്ടിയാൽ അത് മതിയോ എന്ന് ചോദിക്കും. റളിയത്തു റബ്ബി എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു തആല വലക മിസ്ലു എന്ന് പറഞ്ഞ് 3-4 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഈ മനുഷ്യൻ കിട്ടിയ അനുഗ്രഹത്തിന്റെ ആധിക്യം കാരണം റളിയത്തു റബ്ബി എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അല്ലാഹുവെ മതി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ്. ആർക്കാ? ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക്, അതും നരകത്തിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് വിശ്വാസത്തിന്റെ പേരിൽ മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. അവിടെ നിർത്തിയില്ല അല്ലാഹു സുബ്ഹാനഹു തആല. അവസാനം 10 രാജാക്കന്മാർക്ക്, ദുനിയാവിലെ 10 രാജാക്കന്മാർക്ക് ലഭിക്കുന്ന സുഖാനുഗ്രഹങ്ങൾ നിനക്ക് സ്വർഗത്തിലുണ്ട് എന്ന് മാത്രമല്ല, നിന്റെ ഹൃദയം ആസ്വദിക്കുന്ന, നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്ന, നിന്റെ മനസ്സ് കൊതിക്കുന്നതെന്തും നിനക്കിവിടെ അനുഗ്രഹമായിക്കൊണ്ട്, ആസ്വാദനങ്ങളായിക്കൊണ്ട് നിനക്ക് ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ, അങ്ങനെയുള്ള ഒരു സ്വർഗത്തിൽ സ്വർഗനിവാസികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തൃപ്തി അടഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. സ്വർഗനിവാസികൾ എന്ത് പറയുന്നറിയോ? മാലന ലാ നർള, നമ്മൾ തൃപ്തി അടയാതിരിക്കാൻ നമുക്കെന്താണുള്ളത്? ഇത്രയും വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിയത്, ഇതിനുമപ്പുറം തൃപ്തി അടയാൻ വേറെന്താ ഉള്ളത്? സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു, ഇതിനും വലിയ അനുഗ്രഹം വേറെ കിട്ടാനില്ല, ഇതിനും വലിയ തൃപ്തി അടയാൻ വേറൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് സ്വർഗനിവാസികൾ തിരിച്ച് അള്ളാഹുവിന് മറുപടി പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക്, അതിനേക്കാൾ അഫ്ളലായ, ഏത് അവസാനം കിട്ടിയ ഒരു മനുഷ്യന്റെ പ്രതിഫലം ഇത്ര വലുതാണെങ്കിൽ അതിനു മുമ്പ് കടന്നുപോയ ആളുകളുടെ പ്രതിഫലം എത്രയായിരിക്കും? സ്വർഗത്തിന്റെ തട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ 100 തട്ടുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഓരോ തട്ടിനും ഇടയിലുള്ള അന്തരം എന്താണ്? മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികളോളം വ്യത്യാസമാണ് ഒരു തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലേക്ക് പോകാൻ. അങ്ങനെയുള്ള 100 ദറജകൾ, ആ ദറജകളിൽ ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്ക് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയുള്ള ആ സ്വർഗനിവാസികൾ അവസാനം അതിനേക്കാൾ ഖൈറായ, അഫ്ളലായ ഒരു നന്മ, ഒരു തൃപ്തി അടയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈ പറയുന്ന സമയത്ത് സ്വർഗനിവാസികൾ ചോദിക്കുന്നതാണ്, യാ റബ്ബി ഐ ഷൈഇൻ അഫ്ളലു മിൻ ദാലിക്, അതിനേക്കാൾ, ഈ സ്വർഗത്തേക്കാൾ അഫ്ളലായ മറ്റെന്ത് കാര്യമാണ് റബ്ബേ ഉള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മറുപടി പറയുന്നതാണ്, ഉഹില്ലു അലൈക്കും റിദ്വാനി, നിങ്ങൾക്ക് എൻ്റെ തൃപ്തിയെ ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എൻ്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഫല അസ്ഖതു ബഅദ അബദ, ഇതിന് ശേഷം ഇനി നിങ്ങളുടെ മേൽ ഒരു കോപമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല കോപിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, അത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാതെ അള്ളാഹുവിൻ്റെ കോപം അവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതാണ് സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും മുന്തിയതായ ഉന്നതമായ പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഅദല്ലാഹുൽ മുഅ്മിനീന
വൽ മുക്മിനാത്തി ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന നദികൾ, 4 നദികളാണുള്ളത് സ്വർഗത്തിന്. 4 നദികൾ, അതിലൊന്ന് കലർപ്പില്ലാത്ത വെള്ളം, പാല്, അതുപോലെ തേന്, ശുദ്ധമായ ലഹരി ബാധിക്കാത്ത കള്ള്, ഇത്തരം അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പ്. ആ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളെയും പ്രവേശിപ്പിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഉദവി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല മാത്രമല്ല, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസിയായിരിക്കും, ശാശ്വതരായിരിക്കുമെന്ന് പറഞ്ഞു. ഓ മസാകിന ത്വയ്യിബ, ഏറ്റവും നല്ല പാർപ്പിടമാണ് അവർക്ക് അവിടെ ലഭിക്കാനിരിക്കുന്നത്. ഫീ ജന്നാത്തിൻ ആദിൻ, സ്വർഗത്തിൻ്റെ താഴ്വരകളിൽ അവർക്ക് വസിക്കാനുള്ള നല്ല സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് ചേർത്ത് പറഞ്ഞതെന്നറിയോ, വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് എന്നത്. ഏറ്റവും വലുത് എന്താ? ഈ കാര്യങ്ങൾ സ്വർഗത്തോപ്പുകളെക്കുറിച്ച് പറഞ്ഞു, 4 നദികളെക്കുറിച്ച് പറഞ്ഞു, അതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞു, അവിടെ ഏറ്റവും നല്ല വസിക്കാൻ ഉതകുന്ന വീടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഇതിനേക്കാൾ അക്ബർ എന്താ, ഏറ്റവും വലുതെന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കാൾ വലുത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വമ്പിച്ചതായ വിജയമെന്നും അള്ളാഹു എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗീയ സുഖത്തെക്കാൾ അനുഗ്രഹമായ ശ്രേഷ്ഠമായത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റബ്ബിൻ്റെ തൃപ്തി നേടുന്ന കർമ്മങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ, അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ, അവരെല്ലാം അതിനുവേണ്ടി മത്സരിച്ചു എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ എടുത്തു ചോദിക്കുന്നുണ്ട് മൂസ അലൈഹി ഇസ്ലാമിനോട്, ഒമാ അഅജലക അൻ ഖൗമിക യാ മൂസ, മൂസ, നിന്റെ സമുദായത്തെ പിന്നിലാക്കിക്കൊണ്ട് നീ മുന്നിൽ വരാനുള്ള കാരണം എന്താണ്? തൗറാത്ത് വാങ്ങുന്ന സമയത്ത് സമുദായത്തെ പിന്നിലാക്കി ധൃതിപ്പെട്ട് മുന്നേറി ആദ്യം എത്തുന്നത് മൂസ അലൈഹി ഇസ്ലാമാണ്. ആ മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിൻ്റെ ചോദ്യമായിരുന്നു, ഒമാ അഅജലക അൻ ഖൗമിക യാ മൂസ, മൂസ, നിന്റെ സമുദായത്തെ പിന്തള്ളി ആദ്യമെത്താൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി, വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, റബ്ബേ, നിന്നിലേക്ക് ഞാൻ ഓടിയെത്തിയത്, ധൃതിപ്പെട്ട് എത്തിയത് റബ്ബേ നിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണെന്നാണ്. സമുദായത്തെ പോലും മറികടന്ന് ആദ്യമെത്താൻ ആര് ശ്രമിച്ചിരുന്നു? മൂസ അലൈഹി ഇസ്ലാം ശ്രമിച്ചിരുന്നു എന്നാണ്, മുൻഗാമികൾ ശ്രമിച്ചിരുന്നു എന്നാണ്. ഇത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മാത്രം ചരിത്രമല്ല. മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ, അതുപോലെ തന്നെ സഹാബത്ത്, മുൻകഴിഞ്ഞു പോയ മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു വിശേഷിച്ചവർ എല്ലാവരും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി കാര്യങ്ങളിൽ മുൻകടന്നവരാണ് എന്നത്, നന്മയിൽ ധൃതിപ്പെട്ടവരാണ് എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഉദവി ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഔസിഅനി, എനിക്ക് ഉദവി നൽകണം, അൻ അഷ്കുറ നിഅമതക, നീ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള ഉദവി നീ എനിക്ക് നൽകണം. അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദി, എനിക്ക് മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യാനുള്ള ഉദവി നൽകണം. മാത്രമല്ല അടുത്ത് ശേഷം പറഞ്ഞ വാചകമാണ് ശ്രദ്ധേയം, വഅൻ അഅമല സാലിഹൻ തർദാ, റബ്ബേ നീ തൃപ്തിയടയുന്ന പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദവി നീ എനിക്ക് നൽകണം എന്നാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയടയുന്ന പ്രവർത്തനങ്ങളായി മാറണം എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു പ്രവാചകൻ, ഒരു റസൂൽ ആ രൂപത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം എന്നാണ്. നമുക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദവി റബ്ബിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങണം. എങ്ങനെയുള്ള കർമ്മങ്ങൾ? അള്ളാഹു തൃപ്തിയടയുന്ന കർമ്മങ്ങൾ ചെയ്യാൻ
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളൊക്കെ മരണപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം ഇബ്രാഹിം എന്ന മകൻ മരണപ്പെട്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു, മനസ്സൊന്ന് പ്രയാസപ്പെട്ടു. സഹാബത്ത് ചോദിക്കുകയാണ്, റസൂലെ തദ്മഉൽ ഐൻ വതഹ്സനുൽ ഖൽബ്, അല്ല റസൂലെ നിങ്ങൾ കരയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ മറുപടിയാണ് പറഞ്ഞത്. കണ്ണുകൾ നിറയും, മനസ്സിന് പ്രയാസം ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വെച്ച വാചകം വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബന, നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടുന്നതല്ലാതെ നമ്മളൊന്നും പറയില്ല എന്നാണ്. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ മക്കളൊക്കെ മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അധികരിക്കുന്ന സമയത്ത് ചില ആളുകൾ അള്ളാഹുവിനെ പഴിചാരാറുണ്ട്, അല്ലേ? എപ്പോഴും പരീക്ഷണം വരുന്ന സമയത്ത് ചില ആളുകൾ പറയും, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, എന്നിട്ട് എന്നെ ഇങ്ങനെ എന്തിനാ അള്ളാഹ് പരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ പരിചാരുന്ന ആളുകൾ. അവിടെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ വാചകം പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് പ്രയാസമുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റുന്നുണ്ട്, പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വലാ നഖൂലു, നമ്മൾ പറയൂല ഇല്ലാ മാ യർദാ റബ്ബന, നമ്മുടെ റബ്ബ് തൃപ്തിപ്പെട്ടതല്ലാതെ നമ്മുടെ നാവിൽ നിന്നൊരു വാചകം പോലും വരൂലെന്നാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ ഇതെല്ലാം റബ്ബ് തൃപ്തിപ്പെടുന്നതാണ് എന്നത് ഈ ഹദീസും അതുപോലെ തന്നെ ഖുർആനിക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏത് സന്ദർഭത്തിലും, പ്രയാസഘട്ടത്തിലാകട്ടെ, പ്രതിസന്ധി ഘട്ടത്തിലാകട്ടെ, വിഷമഘട്ടത്തിലാകട്ടെ, ഏത് സമയത്തും നമ്മൾ റബ്ബിന് തൃപ്തിയുള്ള വാചകങ്ങളും പ്രവർത്തനങ്ങളും മാത്രമായി നമ്മുടെ പ്രവർത്തനങ്ങളെയും വാചകങ്ങളെയും ശ്രദ്ധിക്കണം എന്നാണ് സാന്ദർഭികമായി ഉണർത്തുവാനുള്ളത്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവനും നേടാത്തവനും ഒരിക്കലും സമമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അഫമൻ ഇത്തബഅ റിദ്വാനല്ലാഹി കമൻ ബാഅ ബിസഖത്തിൻ മിനല്ലാഹ് വമഅവാഹു ജഹന്നം വബിഅ്സൽ മസീർ. അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവനും തൃപ്തി നേടാത്തവനും അള്ളാഹുവിൻ്റെ കോപം നേടിയവനും ഒരിക്കലും സമമല്ല. എന്നാൽ കോപം നേടിയവനോ വമഅവാഹു ജഹന്നം, അവൻ എന്താണുള്ളത്? കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണുള്ളത്. വബിഅ്സൽ മസീർ, ഏറ്റവും മോശപ്പെട്ട സങ്കേതമാണത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തിയാണോ വേണ്ടത്, അള്ളാഹുവിൻ്റെ കോപമാണോ വേണ്ടത്? അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവൻ അവൻ സ്വർഗത്തിലായിരിക്കും, സ്വർഗത്തിൻ്റെ ഉന്നതിയിലായിരിക്കും. സ്വർഗത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അനുഗ്രഹമായിരിക്കും അള്ളാഹുവിൻ്റെ തൃപ്തി എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി എങ്ങനെയൊക്കെ നേടിയെടുക്കാമെന്നാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 10 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, നമ്മൾ ദുനിയാവിൻ്റെ വിഷയങ്ങൾ നേടിയെടുക്കാൻ പല വിധത്തിലുള്ള പ്രാധാന്യം കൽപ്പിക്കുകയും ചിലതിനെ മാറ്റി നിർത്തുകയും ചിലതിനെ പരിശ്രമിക്കുകയും കഠിനാധ്വാനം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണം നമ്മൾ എല്ലാത്തിനേക്കാളും പ്രാധാന്യം നൽകേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് എത്ര വലിയ ലാഭമുണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി മുന്നിൽ വന്നാലും ശരി, അത് അള്ളാഹു തൃപ്തിപ്പെടുന്നതാണോ അള്ളാഹു കോപിക്കുന്നതാണോ എന്നത് നമ്മൾ ആ സ്കെയിൽ വെച്ച് അളക്കണം. അള്ളാഹുവിൻ്റെ കോപം കിട്ടിയിട്ട് ദുനിയാവിൽ പ്രത്യേകിച്ചൊന്നും നേടാൻ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിൻ്റെ തൃപ്തിയില്ലാത്ത ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ലാഭം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് പലിശയിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് കള്ളുകുടിയിൽ നിന്നും അല്ലെങ്കിൽ ലഹരി ബാധിക്കുന്ന ഏത് കാര്യത്തിൽ നിന്നും, സിഗരറ്റ് വലിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നല്ല, മുസ്ലിമീങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ സിഗരറ്റ് വലിക്കുന്നവർ അല്ലെങ്കിൽ ലഹരി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട്. അവിടെ അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണോ അള്ളാഹുവിൻ്റെ കോപമാണോ നമുക്ക് വിളിച്ചു വരുത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെ നമ്മുടെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പ്രാധാന്യം നൽകാൻ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ, നമ്മുടെ ഏത് വിഷയത്തിലും റബ്ബിൻ്റെ തൃപ്തിക്ക് പ്രാധാന്യം നൽകാൻ മുൻഗണന അള്ളാഹുവിൻ്റെ തൃപ്തി, അതല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഒന്നാമതായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തെ നോക്കാൻ കഷ്ടപ്പെട്ട് ഈ മറുനാടിലേക്ക് വന്ന് ഇവിടെ പ്രയാസപ്പെട്ട് പല രൂപത്തിൽ ഭക്ഷണം പോലും മാറ്റിവെച്ച് ജീവിക്കുന്നവർ, കിട്ടിയ സമ്പത്തിനെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ട് ബാക്കി നാട്ടിലേക്ക് സേവിങ്സ് ആക്കി അയക്കുന്നവർ, അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ ഇത്രയേറെ എഫേർട്ട് എടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നാണ്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൻ്റെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ കുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൻ ലിമൻ ഇത്തഖ. ദുനിയാവ് എന്നത് വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ, 10 50 മാക്സിമം പോയാൽ ഒരു 70 മാബൈന സുത്തീന വസബഈൻ എന്നാണല്ലോ. ഇനി ചില ആളുകൾക്ക് അള്ളാഹു ഫضل നൽകിയിട്ട് ആയുസ് ദീർഘിച്ചു കൊടുക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ഉമ്മത്തിൻ്റെ ആയുസ് എന്നത് 60-നും 70-നും ഇടയിലാണ് എന്ന്. ഈ ആയുസിൻ്റെ ഇടയിൽ നമുക്ക് റബ്ബിൻ്റെ തൃപ്തി നേടാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവ് തുച്ഛമായ കാലം കഴിഞ്ഞാൽ എല്ലാം തീർന്നു പോകും. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് കുൽ മതാഉദ് ദുനിയ ഖലീൽ. ഈ ദുനിയാവ് എന്നത് വളരെ കുറച്ചേ ഉള്ളൂ, അത് അവസാനിക്കും, അത് നശിക്കും. വൽ ആഖിറത്തു ഖൈറുൻ ലിമൻ ഇത്തഖ. ആരാണോ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, തഖ്വയോടുകൂടി ജീവിക്കുന്നത്, അവർക്ക് ഖൈർ ആഖിറത്താണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുനാഫിക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ആ മുനാഫിക്കുകളായ ആളുകൾ കള്ളസത്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ തൃപ്തിയടയുന്നു എന്ന ഒരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. യഹ്ലിഫൂന ബില്ലാഹി ലക്കും യുർദൂക്കും. നിങ്ങളെ തൃപ്തിയടയുന്നു എന്ന് പറഞ്ഞ് അവർ വ്യാജ സത്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ അവർക്ക് മറുപടി പറയുന്നുണ്ട്. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാണോ അതിൽ തൃപ്തി ആർക്കാ വേണ്ടത്? അള്ളാഹുവിനെയും റസൂലിനെയുമാണ് തൃപ്തി അടയേണ്ടത്, അല്ലാതെ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല തൃപ്തി അടയേണ്ടത്. മുനാഫിക്കുകളായ ആളുകൾ വിശ്വാസികളായ ആളുകൾക്ക് മുമ്പിൽ തൃപ്തി അടയാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ അവർ മുനാഫിക്കുകളാണ് എന്നും മുഅ്മിനീങ്ങളാണെങ്കിൽ മറ്റു ആളുകൾക്ക് മുമ്പിലല്ല തൃപ്തി അടയേണ്ടത്, മറിച്ച് ഏറ്റവും അഹക്കാരാൻ തൃപ്തി ലഭിക്കാൻ, തൃപ്തിയടയാൻ അഹക്ക് അള്ളാഹുവും റസൂലുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ മറുപടി പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയും നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മനിൽ തമസ റിളല്ലാഹി ബിസഖത്തിൻ നാസ് കഫാഹുല്ലാഹു മുഅ്നതൻ നാസ്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി ജനങ്ങളുടെ കോപത്തെ ഏറ്റുവാങ്ങുകയാണെങ്കിൽ അവൻ അള്ളാഹു മതി എന്നാണ്. ജനങ്ങളുടെ പ്രയാസപ്പെടുത്തലിൽ നിന്ന് അവൻ അള്ളാഹു മതി. എന്നാൽ നേരെ മറിച്ച് ചില ആളുകൾ അങ്ങനെയാണ്, ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കോപത്തെ ഏറ്റുവാങ്ങും അല്ലേ? ചില കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലൊക്കെ നോക്കുമ്പോൾ ഇപ്പം നമ്മളൊക്കെ അത് ചെയ്തില്ലെങ്കിൽ ആളുകൾ എന്താ പറയല് എന്നാണ് ആളുകൾ പറയാറുള്ളത് അല്ലേ? ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയാണോ അള്ളാഹുവിൻ്റെ കോപമാണോ? അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ജനങ്ങളിൽ നിന്ന് പഴി കേൾക്കേണ്ടി വന്നാലും അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നു. നേരെ മറിച്ച് അടുത്ത ഹദീസിന്റെ ബാക്കി ഭാഗം ആളുകളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി അള്ളാഹിന്റെ കോപത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നതാണ്. പിന്നെ അള്ളാഹിന്റെ സംരക്ഷണം അവനുണ്ടാവില്ല, അള്ളാഹുവിൻ്റെ കാവൽ അവനുണ്ടാവില്ല. ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അവൻ ചെയ്തതിൻ്റെ പേരിൽ പരലോകത്ത് ഖേദിക്കേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റബ്ബിൻ്റെ തൃപ്തിയാണ് ജനങ്ങളുടെ തൃപ്തിയേക്കാൾ വേണ്ടത് എന്നും, ആരെന്തു പറഞ്ഞാലും ആരെന്താക്ഷേപിച്ചാലും ആര് കുത്തുവാക്കുകൾ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു പഠിപ്പിച്ച മതബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം തൗഹീദ് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറഞ്ഞു, ഇന്നല്ലാഹ യർദാ ലക്കും സലാസൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, തൃപ്തിപ്പെടുന്നു എന്നാണ്. ആ 3 കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിൽ ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയർലാ ലക്കും, നിങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെടുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈആ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക, പ്രാർത്ഥന, നേർച്ചകൾ, വഴിപാടുകൾ, സുജൂദുകൾ എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ നാടുകളിലാകട്ടെ ആ വിശ്വാസത്തിൽ നിന്ന് വിഘടിച്ചു പോകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് ആളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് അള്ളാഹു CM ആണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് പോലും പറയുന്ന ഒരു പൗരോഹിത്യം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും, അള്ളാഹ് അറിയും പോലെ അറിയും, അല്ല അള്ളാഹ് തന്നെയാണ്, അള്ളാഹുവിനെ പോലെ തന്നെയാണ് എന്ന് പറയുന്ന പൗരോഹിത്യം ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ കോപം വിളിച്ചു വരുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ അൻ തഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികു ബിഹി ഷൈഅ, അവന് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിൽ ഒന്നിനെയും, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലോ അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയങ്ങളിലോ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലോ ഒന്നിലും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. മുദബ്ബിറുൽ ആലം ആരാണ് എന്ന് ചോദിച്ചാൽ വിശ്വാസികൾ പറയും അള്ളാഹു ആണ് എന്ന്. പക്ഷേ വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ ഇന്ന് പറയുന്നത് മുദബ്ബിറുൽ ആലം CM ആണ് എന്നാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ പങ്കു ചേർക്കുകയാണ്. നമ്മുടെ നാടുകളിൽ ഖബറിൽ നേർച്ച ചെയ്യുന്നവരുണ്ട്, ഖബറാളികൾക്ക് വേണ്ടി നേർച്ച സമർപ്പിക്കുന്നവരുണ്ട്. അവിടെ പല വിധത്തിലുള്ള നേർച്ചകൾ സമർപ്പിക്കുകയും സുജൂദുകൾ വരെ സമർപ്പിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് സഹോദരങ്ങളെ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രമാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരാധന ഇനങ്ങളിൽ ഏതെല്ലാം ഉണ്ടോ അത് മുഴുവൻ റബ്ബിനു മാത്രമാണ് എന്നാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ചില ആളുകൾ പറഞ്ഞു, ചില ആളുകൾ നമ്മുടെ നാടുകളിൽ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും, അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹ് അറിയും പോലെ അറിയും. ഈ വിശ്വാസം എവിടെ നിന്ന് വന്നു? എല്ലാം കേൾക്കുന്ന അസ്സമീഅ് അള്ളാഹു മാത്രമാണ്. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്കുവായി കൂടാതുത്തീരം ചൊല്ലുന്നാമെന്നോവർ. ഇത് മുഹീദ്ദീൻ മാലയിൽ മുമ്പ് പറഞ്ഞു വെച്ചതാണ്. ഇന്നും അത് പാടിക്കൊണ്ടിരിക്കാൻ. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ, ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മുഹീദ്ദീൻ മാലയിലൂടെ. അള്ളാഹുവിൻ്റെ കോപമല്ലാതെ എന്താണ് ഇത് വിളിച്ചു വരുത്തുന്നത്? സഹോദരങ്ങളെ, ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ അള്ളാഹു തൃപ്തിയടയുന്ന ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് വന്നു ഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ, ഏതു മേഖലയിലും റബ്ബിന് മാത്രം അവകാശപ്പെട്ടതിൽ അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത് അൻ തഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വല തഫറഖു, നിങ്ങൾ ഒരുമിച്ചൊരു സംഘമായി നിൽക്കണം, ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. നിസാരമായ കാര്യത്തിൻ്റെ പേരിൽ ഒരു ഭിന്നത ഉടലെടുക്കാൻ പാടില്ല. പരമാവധി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. മനുഷ്യരാണ്, വ്യത്യസ്ത നാടുകളിൽ നിന്ന്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന്, വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളാണ്. അവർക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ ഹബിലിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 3 കാര്യങ്ങളിൽ നിങ്ങളെ തൃപ്തിയടയുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ തൃപ്തി നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. രണ്ടാമത്തത് നിഷ്കളങ്കമായ പ്രവർത്തനമാണ്. നമ്മൾ ഏതു കർമ്മം ചെയ്യുമ്പോഴും, അത് ദഅവ മേഖലയിലാകട്ടെ, നമ്മൾ ചെയ്യുന്ന നന്മകളിലാകട്ടെ, സ്വതക്കകളിലാകട്ടെ, അതല്ല നമ്മൾ നിത്യവും ചെയ്യുന്ന നമ്മുടെ ഏതു കാര്യവുമാകട്ടെ, അതിലെല്ലാം നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഹാജറു, ഹിജറ പോയവർ, വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ, ബി അംവാലിഹിം വ അൻഫുസിഹിം, അവരുടെ ശരീരം കൊണ്ടും അവരുടെ സമ്പത്ത് കൊണ്ടും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവർ അഅ്ലമു ദറജ, ഒരു ഉന്നതമായ ദറജയിലാണ്. അവർ ഉന്നതമായ ദറജയിലാണ്. ഇൻദല്ലാഹ്, ആരുടെ അടുക്കൽ? അള്ളാഹിൻ്റെ അടുക്കലാണ്. ദുനിയാവിൽ ഒരു പക്ഷേ അവർ നിസാരന്മാരായിരിക്കാം, ഫക്കീറന്മാരായിരിക്കാം, ചില ആളുകൾക്ക് മുമ്പിൽ ഇവരൊന്നും ഒന്നിനും കൊള്ളാത്തവരായിരിക്കാം. ഇപ്പോൾ ജാമിഅ അൽ ഹിന്ദിൽ ചില ആളുകൾ കുട്ടികളെ കൊണ്ട് ചേർക്കും. അതെപ്പോഴെന്ന് വെച്ചാൽ അവസാന അലോട്ട്മെൻ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം. എന്തുകൊണ്ട്? ദുനിയാവിലെ +2 +1 അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയില്ല, അപ്പോൾ ഏതായാലും തൽക്കാലം ഒന്ന് ദീന് പഠിക്കട്ടെ. ചില ആളുകളുടെ മനോഗതി അങ്ങനെയാണ്. അപ്പോൾ ഒന്നിനും കൊള്ളാത്തവർ എവിടെ വരണം? ദീന് പഠിക്കാൻ വരണം. പക്ഷെ അള്ളാൻ്റെ അടുക്കൽ നേരെ തിരിച്ചാണ്. അവിടെ +1 പോയതിനേക്കാളും
അള്ളാഹിൻ്റെ അടുക്കൽ ദറജ ദീന് പഠിക്കാൻ വന്നവനാണ്. പക്ഷെ ഇവിടെ നീയത്തിൽ വ്യത്യാസം വന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മുഅ്മിനാണ്, ഹിജറ ചെയ്തവൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവൻ. എങ്ങനെ? സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ആളുകൾക്ക് അഅ്ലമു ദറജ, ഉന്നതമായ ദറജയുണ്ട്. ആരുടെ അടുക്കൽ? അള്ളാഹിൻ്റെ അടുക്കലാണ്, ജനങ്ങളുടെ അടുക്കലല്ല. അള്ളാഹിൻ്റെ അടുക്കൽ ഉന്നതമായ ദറജയുണ്ട്. ഉലൈക ഹും അൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചവർ, അവരാണ് വിജയിച്ചവർ. എന്നിട്ട് അള്ളാഹു ബാക്കി ആയത്തിലൂടെ പറയാണ്, യുബശ്ശിറു, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. യുബശ്ശിറുഹും, അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷ വാർത്ത അറിയിക്കുക. റബ്ബുഹും ബിറഹ്മതി, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമുണ്ട് എന്നും, മിൻഹു വരിദ്വാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള തൃപ്തിയുണ്ട് എന്നാണ്. അപ്പോൾ വിശ്വാസം, അത് സംരക്ഷിക്കൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യൽ, തൻ്റെ സമ്പത്തും അതുപോലെ തന്നെ തൻ്റെ നഫ്സ് കൊണ്ടുമുള്ള കർമ്മങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ ആ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതിനെന്തു വേണം? നിഷ്കളങ്കമായ പ്രവർത്തനം, നിഷ്കപടമായ പ്രവർത്തനം. ആരെയും കാണിക്കാൻ വേണ്ടിയില്ല, ആരും അറിയാൻ വേണ്ടിയിട്ടല്ല. ഞാനൊരു 100 റിയാൽ കൊടുത്തു എന്ന ആളുകൾ പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കുറേ ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന ആളുകൾ പറയാൻ വേണ്ടിയിട്ടല്ല, ആളുകളുടെ മദ്ഹിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം അതുമാത്രം ആകാംക്ഷിച്ചുകൊണ്ട് നിഷ്കളങ്കമായ പ്രവർത്തനമാണ് നമ്മൾ എടുക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഇബ്തിഗാ മർദാത്തില്ല, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം എന്നെടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർള എന്ന ആയത്ത് അവതരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നുണ്ട്. മഹാനായ സ്വഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും യാസിർ അമ്മാർ റളിയല്ലാഹു അൻഹുമ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിലുള്ള സമ്പത്ത് ചിലവഴിക്കുന്നുണ്ട്. അബൂ ഖുഹാഫ വന്നിട്ട് ചോദിക്കാണ്. ആരാ അബൂ ഖുഹാഫ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയാണ്. ഉപ്പ വന്നിട്ട് ചോദിക്കണം, അല്ല, ഈ സമ്പത്ത് ദരിദ്രന്മാരായ ഈ മനുഷ്യന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി നീ ചിലവഴിച്ചതിനേക്കാളും ആ ഖുറൈശികൾക്ക് അല്ലെങ്കിൽ മുശ്രിക്കുകൾക്ക് കൊടുത്ത അവരുടെ ഉപദ്രവം കുറച്ച് തടയാൻ കഴിയില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല, ഉന്നതനായ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, സഹോദരങ്ങളെ, അവിടെ സ്വന്തം നേട്ടത്തെക്കാൾ തൻ്റെ ലാഭത്തെക്കാൾ അവൻ പ്രതീക്ഷിക്കേണ്ടത് റബ്ബിൻ്റെ തൃപ്തിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും മാത്രമാണ്. അവിടെ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തത് സത്യസന്ധതയാണ്. സത്യസന്ധമായിക്കൊണ്ട് വിശ്വാസത്തിൽ കപടതയില്ലാത്ത രൂപത്തിൽ നിഷ്കളങ്കമായ ജീവിതമായിരിക്കണം, നിഷ്കളങ്കമായ വിശ്വാസമായിരിക്കണം. നമ്മുടെ സത്യസന്ധത നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ വാക്കുകളിലും നിഴലിച്ചു നിൽക്കണം എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഹനീഫൻ മുസ്ലിമൻ, ഹനീഫായിരുന്നു, ഋജുമനസ്കനായിരുന്നു, കപടതയില്ലാത്തവനായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ആവർത്തിച്ചെടുത്തു പറയുന്നുണ്ട്. ഇന്ന് ഈ കാലം, ഈ ലോകം ആളുകൾ പറ്റിച്ചും വഞ്ചിച്ചും വിശ്വാസത്തിലും കർമ്മങ്ങളിലും ഇടപാടുകളിലും ഈ പറ്റിപ്പും വഞ്ചിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന, പറ്റിക്കൽ വഞ്ചിക്കൽ പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ആളുകൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കണം. എങ്ങനെ 4 ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാമെന്നാണ്. ഇപ്പോൾ ഈ അടുത്താണ് വില്ലേജ് എന്ന് പറഞ്ഞൊരു സംഗതിയെക്കുറിച്ച് പുറത്തേക്ക് വന്നതും പിന്നെ അത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നതും. ഇങ്ങനെ ഓരോ പുതിയ പുതിയ സെറ്റപ്പുകൾ പുതിയ മാർഗത്തിൽ വിശ്വാസികളെപ്പോലും കാർന്ന് തിന്നുന്ന അവസ്ഥയിലാണ് ഈ വഞ്ചന നിലകൊണ്ട് നിൽക്കുന്നത്. അത് വിശ്വാസത്തിൽ പോലും ഉണ്ടെന്നാണ്. നേരത്തെ പറഞ്ഞ ശിർക്കൻ വിശ്വാസങ്ങൾ അത് വഞ്ചനയാണ്, വിശ്വാസത്തിലുള്ള വഞ്ചനയാണ്. ആളുകളെ ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്, കിതാബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജനസമൂഹത്തിനോട് പഠിപ്പിച്ച് ആളുകളെ ശിർക്കിലേക്ക്, കുഫറിലേക്ക്, അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ക്ഷണിച്ച് അങ്ങനെ വിശ്വാസത്തിൽ വഞ്ചന കാണിക്കുന്നവർ. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ സത്യസന്ധത ഉണ്ടാകണം. നാം വിശ്വസിക്കുന്ന നമ്മുടെ റബ്ബ്, നാം
പ്രവർത്തിക്കുന്ന നമ്മുടെ കർമ്മങ്ങൾ, നാം ഇടപെടുന്ന നമ്മുടെ മേഖലകൾ, സാമ്പത്തികമാകട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും സത്യസന്ധത ഉണ്ടാകണം എന്നാണ്. ഭാര്യയെ പറ്റിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവാൻ പാടില്ല, ഭർത്താക്കന്മാരെ പറ്റിക്കുന്ന ഭാര്യമാരുണ്ടാകാൻ പാടില്ല. ഈ രൂപത്തിൽ വിശ്വസ്തത നിലനിർത്തുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ലിൽ ഫുഖറാഇ മുഹാജിരീന അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വ അംവാലിഹിം. ഫുഖറാക്കളായ മുഹാജിറുകളായ ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. അവർക്ക് എന്താണെന്നറിയോ? അവരെങ്ങനെയാണ് അതിൻ്റെ ആ മാർഗത്തിലേക്ക് സ്വന്തം വീടും നാടുമൊക്കെ ഇട്ടെറിഞ്ഞു പോയത്? സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിനെ തടഞ്ഞു വെക്കുന്നുണ്ട് മുശ്രിക്കുകൾ പറഞ്ഞത്, നിങ്ങൾ സമ്പാദിച്ചത് മക്കയിൽ നിന്നാണ്, ഈ സമ്പത്ത് നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ മുഹമ്മദിൻ്റെ മതം ഒഴിവാക്കി നിങ്ങൾക്ക് ഇവിടെ കഴിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിനെ ആസ്വദിക്കാം. അതല്ല, മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് സമ്പാദിച്ചതിനെ ഇവിടെ ഉപേക്ഷിച്ചു പോകണം. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്തിനെ മുഴുവൻ, ആയുസ്സിൽ ജീവിതത്തിൽ ഉണ്ടാക്കിയ സർവ്വ സമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ, എത്ര ലാഭകരമായ കച്ചവടമാണ് സുഹൈബ് നടത്തിയത് എന്ന് പറഞ്ഞ് പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവിടെ പറയുന്നത്, അവരുടെ സമ്പത്തിനെ അവർ ഒഴിവാക്കി, അവർ കെട്ടിപ്പടുത്ത വീടുകളെ ഒഴിവാക്കി അവർ ഹിജറ ചെയ്തത് എന്തിനാ? യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി മാത്രം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കുന്നിടത്ത്, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നിടത്ത്, നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലായിടത്തും സത്യസന്ധതയുണ്ടാകണം. മാത്രമല്ല, ആ ആയത്തിൻ്റെ ബാക്കി എന്താണെന്നറിയോ? വയൻസുറൂനല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ്. അവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ പ്രധാന പോയിന്റ് നിലകൊള്ളുന്നത്. അവിടെയാണ് ഉലൈക ഹുമുസ് സാദിഖൂൻ. അവർ ആരാ? സത്യസന്ധന്മാരാണെന്നാണ്. അവരുടെ വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തി. സമ്പത്തിനോടാണ് പ്രിയമെങ്കിൽ അവർ വിശ്വാസത്തിൽ സത്യസന്ധത ഇല്ലാത്തവരായിരുന്നുവെങ്കിൽ സമ്പത്തിനു വേണ്ടി, വീടിനു വേണ്ടി, നഷ്ടപ്പെടുന്നതിന് വേണ്ടി അവർ മക്കയിൽ കൂടുമായിരുന്നു. പക്ഷെ വിശ്വാസത്തിനോട് കൂറു പുലർത്തുകയും അതിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുകയും ചെയ്തപ്പോൾ അവർക്കിതൊന്നും ഒരു വിഷയമില്ലാതായി മാറി. അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കാൻ തയ്യാറായി. അവരാണ് സത്യസന്ധന്മാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സത്യസന്ധതയുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ കൂടണം എന്ന് പറയുന്നത്. നമ്മുടെ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഇടപാടുകൾ ഇതെല്ലാം സത്യസന്ധമായി തീരണം എന്നത് നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരലോകം ഉപകരിക്കുന്നത് ആർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് ഖാല അല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. ഈ ദിവസം ഉപകരിക്കുന്നത് സത്യസന്ധത പുലർത്തിയ ആളുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയെ നിലനിർത്തുവാൻ, അത് പുലർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ആയത്ത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സ്വർഗം കിട്ടുന്നു, അവർക്ക് സ്വർഗത്തിൻ്റെ അനുഭൂതികളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആയത്ത് അവസാനിപ്പിക്കുന്നത് റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹുവിൻ്റെ തൃപ്തി അവർ നേടിയിട്ടുണ്ട്, അള്ളാഹുവിനെ അവർ തൃപ്തി അടഞ്ഞിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ദാലികൽ ഫൗസുൽ അലീം. ഇവിടെയും അള്ളാഹു പറയുന്നത് അതാണ് ഏറ്റവും വമ്പിച്ച വിജയം. ഏത്? അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നത് വലിയ വമ്പിച്ച വിജയമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. നാലാമത്തത്, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ നാവും ഇതെല്ലാം അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന രൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കണം. എത്രയെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോ സെക്കൻഡിലും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സാഹചര്യം അത് അനുവദിച്ചില്ല. കഴിഞ്ഞ റമദാനിൽ ഉംറയ്ക്ക് വന്ന സമയത്ത് സഫാ മർവയ്ക്കിടയിൽ ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു മനുഷ്യന്
അരയുടെ താഴോട്ട് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജന്മനാൽ അര കഴിഞ്ഞാൽ പിന്നെ കാലാണ്. എന്ന് വെച്ചാൽ ന്യൂനത ഉള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ആരുടെയും സഹായമില്ലാതെ, കുറച്ച് നടക്കാൻ പ്രയാസമുള്ളവൻ പോലും വീൽ ചെയറിൽ അപ്പുറത്ത് തവാഫും സഅയും ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ, അതും റമളാനിൽ എത്രയേറെ തിരക്കുണ്ടാകുമെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ തിരക്കിനിടയിൽ അദ്ദേഹം സ്വയം ഒരാളുടെയും സഹായമില്ലാതെ ആ സൊഫാ മർവിയിലും അതുപോലെ തന്നെ തവാഫിലും എല്ലാം അദ്ദേഹം വളരെ കൃത്യമായി മനോഹരമായി കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന കാഴ്ച കണ്ടു. ഞാനത് വീഡിയോ എടുത്തിരുന്നു. പക്ഷെ അത് കാണിക്കണം എന്ന് വിചാരിച്ചു, സാഹചര്യം അനുവദിച്ചില്ല. ഏതായാലും നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കും വേണ്ടി റബ്ബിന് നന്ദി കാണിക്കണം എന്നാണ്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ! അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കൂല എന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. അത്രയേറെ അനുഗ്രഹങ്ങൾ, പ്രാപഞ്ചികമായ അനുഗ്രഹങ്ങൾ, നമ്മുടെ ശാരീരികമായ അനുഗ്രഹങ്ങൾ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളിലുള്ള അനുഗ്രഹങ്ങൾ ചില്ലറയല്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, അതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഷാക്കിറൻ ലി അൻഉമിഹി, അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അവർ ശുക്ർ ചെയ്യുന്നവരായിരുന്നു എന്നാണ്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ശുക്ർ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയാണ്, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ അനിഷ്കുർ ലില്ലാഹ് വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നമ്മൾ ഇന്ന് ഉച്ചക്ക് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിനിടയിൽ അള്ളാഹു അൽ ഗനിയാണെന്ന് പഠിച്ചു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാൻ, ആരെങ്കിലും അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അത് അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് കൂടാനൊന്നുമില്ല. എല്ലാവരും അള്ളാഹുവിന് നന്ദികേട് കാണിച്ചു എന്നതുകൊണ്ട് അള്ളാഹ്ക്കൊന്നും കുറയാനില്ല. അതുകൊണ്ടാണ് അള്ളാഹു അൽ ഗനിയാൻ. അള്ളാഹു അവൻ ഗനിയാണ്, ഹമീദാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നമ്മൾ നന്ദി കാണിച്ചാൽ അത് നമുക്ക് തന്നെയാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞത്, ആരെങ്കിലും നന്ദി കാണിച്ചാൽ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും, നന്ദി കാണിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കൊടുക്കുന്നതാണ്. നന്ദികേട് കാണിക്കാനാണെങ്കിലോ വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നന്ദികേട് കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ അവർക്ക് വരാനുണ്ട് എന്ന് അള്ളാഹു താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. എത്ര അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു! ഓരോ സെക്കൻഡിലും നമ്മൾ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് നമ്മളറിയാതെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വ ഇൻ തഷ്കുറു യർളഹു ലക്കും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങളെ തൃപ്തി അടയുന്നതാണ്. അപ്പൊ റബ്ബിൽ നിന്നുള്ള തൃപ്തി നമുക്ക് വേണമെങ്കിൽ ആ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കണം എന്നാണ്. അതിൽ ചിലത് ബോധപൂർവം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് റബ്ബിന് തൃപ്തി കാണിക്കുവാൻ, റബ്ബിൻ്റെ തൃപ്തി നമുക്ക് നേടാൻ സാധിക്കും. ചില കാര്യങ്ങൾ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇന്നല്ലാഹ ലയർളാ മിനൽ അബ്ദ്, അടിമകളെ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ ചിലത് അയ്യകുലൽ അക്ല ഫയഹ്മദു അലൈഹ. ഒരാൾ ഭക്ഷണം കഴിച്ചു, അള്ളാഹിൻ്റെ അനുഗ്രഹമല്ലേ, ആ അനുഗ്രഹത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടുന്നതാണ്. നമ്മൾ എത്ര പേര് ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്? എത്ര പേര് റബ്ബിനെ സ്തുതിക്കാറുണ്ട്? നമുക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ശേഷമുള്ള പ്രാർത്ഥന മറക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. റബ്ബിനെ സ്തുതിക്കാൻ ഒന്നുമില്ലെങ്കിലും അൽഹംദുലില്ലാ എന്നെങ്കിലും പറയാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുന്നു. തീർന്നില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയശ്റബ അശ്ശർബത ഫയഹ്മദഹു അലൈഹ. ഒരു മനുഷ്യൻ വെള്ളം കുടിച്ചു, അല്ലേ? നമ്മൾ ഇവിടെ ആയതുകൊണ്ട് സ്ഥിരം വെള്ളം കുടിക്കണം. പള്ളിയിൽ പോയാൽ പള്ളിയിൽ നിന്ന് വെള്ളം എടുക്കുക, പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ വെള്ളം എടുക്കുന്നു, അപ്പോഴൊക്കെ കുടിക്കുന്നു. ഇനി റൂമിലേക്ക് വന്നാൽ വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കൽ കൂടുതലാണ് നമുക്കിവിടെ ഈ നാട്ടിൽ. അവിടെയെല്ലാം നമ്മൾ റബ്ബിന് അൽഹംദുലില്ലാ, കാരണം ഈ വെള്ളം ഇറക്കി തന്നവൻ റബ്ബാൻ, ഈ വെള്ളം എനിക്ക് എത്തിച്ചു തന്നവൻ റബ്ബാൻ, ആ വെള്ളം കുടിക്കാനുള്ള തൗഫീക്ക് നൽകിയവൻ റബ്ബാൻ. കാരണം വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ട്രിപ്പിലൂടെ മാത്രം കഴിയുന്ന രോഗികൾ ഹോസ്പിറ്റലുകളിൽ എത്രയാണ്? ക്യാൻസർ ബാധിതരായ ആളുകൾ, അവർക്ക് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ കഴിയാതെ
ഒരു തരം ജ്യൂസ് മാത്രം ഇഞ്ചക്ട് ചെയ്യുന്ന രോഗികൾ ഞാൻ നേർക്ക് കണ്ടിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തന്നിരിക്കാൻ, വെള്ളം കുടിക്കാൻ, മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, എല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിഞ്ഞു തന്നിട്ട് ആ റബ്ബ് തന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ, ആ റബ്ബ് തന്ന വെള്ളം കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എങ്കിലോ അള്ളാഹു നമ്മെ തൃപ്തിയടയുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അഞ്ചാമത്തത്, നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരമാണ്, നമ്മൾ നിർവഹിക്കുന്ന സുജൂദുകളാണ്, നമ്മൾ നിർവഹിക്കുന്ന റുകൂകളാണ്, നാം അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന വുദൂവും മറ്റു കാര്യങ്ങളുമാണ്. ഈ വിഷയത്തിൽ നമ്മളൊന്ന് കണിശത കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വിശ്വാസികളായതുകൊണ്ട് ആദർശ ബന്ധുക്കളായതുകൊണ്ട് ആ വിഷയത്തിൽ അവർ നല്ല ക്ലോസ് ആണ്. അതേസമയം കുഫറിന്റെ വിഷയത്തിൽ, കുഫാറുകളുടെ വിഷയത്തിൽ അശിദ്ദ, അവർ ആ വിഷയം എതിർപ്പ് കാണിക്കുന്നവരുമാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വരിദ്വാന. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവർ റുക്കൂ ചെയ്യുന്നു, അതുപോലെ തന്നെ സുജൂദ് ചെയ്യുന്നു, അത് കാണാൻ കഴിയും. യബ്തഗൂന, എന്തിൻ്റെ പേരില? യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വരിദ്വാന, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സുജൂദ് ചെയ്യുക, റുക്കൂ ചെയ്യുക, നിസ്കരിക്കുക, അത് എന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തോന്നുമ്പോൾ നിസ്കരിക്കുക എന്നുള്ളതല്ല, അവസരം കിട്ടുമ്പോൾ നിസ്കരിക്കുക എന്നുള്ളതല്ല, സമയബന്ധിതമായി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും നല്ല കർമ്മം ഏത് എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ അസ്സലാത്തു അലാ വക്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കുമ്പോഴെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും കരസ്ഥമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മതനിയമമാക്കിയ ഇസ്ലാമിൻ്റെ റുക്നുകളിൽപ്പെട്ട നിസ്കാരം, അത് കൃത്യമായി സമയബന്ധിതമായി നിസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിൽ സുന്നത്തുകളെ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിത്യവും ചെയ്യുന്ന ഒരു നന്മ എന്ന നിലയ്ക്ക് ഫർദ് ഏതായാലും നമ്മൾ ചെയ്യുന്നു, അതിനു പുറമെ സുന്നത്ത് എന്ന വിഷയത്തിൽ നിത്യവും നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സുന്നത്ത് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈവക്കാൻ കഴിയും? ഞാൻ കൈവക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു വേദിയിൽ പിന്നെ ഒരു അവസരത്തിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൈവക്കുന്ന ഒരു സാഹചര്യം. റവാത്തിബ് സുന്നത്ത് എന്നത് ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു വീടൊരുക്കും എന്ന് പറഞ്ഞ പ്രതിഫലമാണ്, കർമ്മമാണത്. എന്താ റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? 12 റക്അത്ത് നിസ്കാരം, സുന്നത്തായ നിസ്കാരം, ഫർദിന് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കുക എന്നതാണ്. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്, ദുഹറിന് മുമ്പ് 2 വീതം 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്, അപ്പോൾ തന്നെ 8 റക്അത്തായി. മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്. ഇങ്ങനെയുള്ള 12 റക്അത്ത് മുടങ്ങാതെ ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന് കഴിയാത്തവർ വിത്റിലെ 3 റക്അത്ത്, വേണ്ട 1 റക്അത്തെങ്കിലും ഞാൻ മുടങ്ങാതെ ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ദുഹാ നിസ്കാരം, സുന്നത്തായ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്, അതിൽ ചിലത് മാത്രം ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. ദുഹാ നിസ്കാരത്തിൽ 2 റക്അത്തെങ്കിലും മിനിമം ഞാൻ നിസ്കരിക്കുന്നു എന്ന്, മുടങ്ങാതെ നിസ്കരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ റവാത്തിബോ ഇഷ്റാഖോ ദുഹയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രാത്രി നിസ്കാരങ്ങളോ ഏതെങ്കിലും കുറച്ചെങ്കിലും നിസ്കരിക്കാൻ, റവാത്തിബ് പിന്നെ 12 നിസ്കരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരങ്ങളുടെ വിഷയത്തിൽ ഫർദ് നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നിസ്കാരങ്ങളെ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല, കുറച്ചാണെങ്കിലും അത് നിലനിർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാണ് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാത്ത നന്മകൾ, രഹസ്യമായ നന്മകൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നിത്യവും നിർവഹിക്കുന്ന ഫർദ് നിസ്കാരത്തിന് പുറമെയുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒന്നിനെ നിത്യവും നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 6ാമത്തത് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ പറഞ്ഞു. 6ാമത്തത് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, നിസ്കാര ശേഷമുള്ള ദിക്റുകൾ, അദ്കാർ സബാഹ് വൽ മസാ, അതുപോലെ തന്നെ അദ്കാർ ബഅദ സ്വലാ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ,
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ, ബാത്റൂമിൽ കയറുമ്പോഴുള്ള ദിക്ർ, പുറത്തിറങ്ങുമ്പോഴുള്ള ദിക്ർ, വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. അവിടെയെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന, നാം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടവരാണ്. ആ പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ കൃത്യമായി പ്രാർത്ഥന നിർവഹിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന ആളുകളാണെങ്കിൽ മനഃശാന്തിയും സമാധാനവും നമുക്ക് നേടാൻ സാധിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിനുമപ്പുറം അള്ളാഹുവിൻ്റെ തൃപ്തി നേടുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസമായി കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് എടുത്തു പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ പലവിധേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറയാണ്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അവർ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക. അവരെന്തെങ്കിലും പറഞ്ഞോട്ട് പോയിക്കോട്ടെ, അവർ പറയുന്നതിൽ പ്രവാചകരെ താങ്കൾ ക്ഷമിക്കണം. എന്നിട്ടോ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബല തുലൂഇശ് ശംസി വഖബല ഗുറൂബിഹ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും സൂര്യൻ ഉദിച്ചതിന് ശേഷവും നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക, ഹംദ് പറയുക, സുബ്ഹാനല്ലാഹ് പറയുക. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അതുപോലെ തന്നെ നിങ്ങൾ റബ്ബിനെ തസ്ബീഹ് ചൊല്ലുക. എങ്കിലോ ലഅല്ലക തർദാ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയേക്കാം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ദിക്റുകൾ, അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതിനനുസരിച്ച് റബ്ബിൻ്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഏഴാമത്തത് നല്ല വാക്കുകൾ പറയണമെന്നാണ്. നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. കൂട്ടുകാരെ കിട്ടിയാൽ ചായക്കടയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്ന സമയത്ത് റബ്ബിന് തൃപ്തിയുള്ളത് മാത്രം സംസാരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എടുത്തു പറയുന്ന, നമ്മുടെ ഖുതുബകളിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നല്ല ചൊവ്വായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ മിൻ റിദ്വാനില്ലാ. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നല്ല കലിമത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദർജയെ ഉയർത്തുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് പ്രധാനം. നമ്മുടെ സംസാരത്തിൽ റബ്ബ് തൃപ്തിപ്പെടുന്നതല്ലാത്ത ഒരു വാക്ക്, ഒരു ഉച്ചാരണം പോലും വരാൻ പാടില്ല എന്നാണ്. ഇന്ന് സമുദായത്തെ എടുത്തു നോക്കുമ്പോൾ പരദൂഷണവും കളവും വൃത്തികേടുകളും മാത്രം പറഞ്ഞുകൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും നിറയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. സംസാരങ്ങൾ, കൂട്ടുകാർ കൂടുമ്പോഴുള്ള സംസാരങ്ങൾ, അവിടെയെല്ലാം കളവും പരദൂഷണവും അതുപോലെ തന്നെ മോശപ്പെട്ട സംസാരങ്ങളും മാത്രം നിറയുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് മോശപ്പെട്ടതിനെ മാറ്റി നിർത്താൻ, നല്ലതു മാത്രം സംസാരിക്കാൻ, റബ്ബിൻ്റെ തൃപ്തി അതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ബാക്കിയായിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, വ ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ മിൻ സഖത്തില്ലാ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാകുന്ന ഒരു കലിമത്താണ് ഉച്ചരിക്കുന്നതെങ്കിൽ, ഒരു കലിമത്ത് എന്ന് പറഞ്ഞത് സംസാരം എന്നല്ല, ഒരു കലിമത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഹ്വി ബിഹ ഫി ജഹന്നം, അവനെ നരകത്തിലേക്ക് ഇട്ടുകളയുന്നതാണ്. നമ്മൾ ആലോചിക്കണം നമ്മുടെ വാക്കുകൾ. അതുകൊണ്ടാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്, നമ്മുടെ നാവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ പിന്നിലാക്കണം. ഒന്നും ചിന്തിക്കാതെ സംസാരിക്കാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ, അമ്പ് ചെയ്ത് വിട്ടതിന് ശേഷം അത് വിടേണ്ടതില്ലായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് അർത്ഥം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ നല്ലത് സംസാരിക്കുക, അള്ളാഹുവിന് കോപമുണ്ടാകുന്ന വാക്കുകൾ പോലും ഒഴിവാക്കുക. അത് വാക്കുകൾ എന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരു വാക്ക് പോലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കോപമുണ്ടാകുന്ന ഒരു വാക്ക് നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ സംസാരങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ്. എട്ടാമത്തത് മാതാപിതാക്കളുടെ തൃപ്തിയാണ്. ഞാൻ ബാക്കി ഒന്ന് സ്പീഡാക്കണം, നിസ്കാരത്തിന് വേണ്ടി പിരിയാനുള്ളത് കൊണ്ട് ഒന്ന് സ്പീഡാക്കണം. മാതാപിതാക്കളുടെ തൃപ്തി എന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ചവൻ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചു എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റിളല്ലാഹ് ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാതാപിതാക്കളുടെ തൃപ്തി, അള്ളാഹുവിൻ്റെ തൃപ്തി എന്നുള്ളത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. റിളല്ലാഹ് ഫീ റിളൽ വാലിദൈൻ.
അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉമ്മയെ ഉപ്പയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഉമ്മയെ അകറ്റി നിർത്താനല്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മയോടുള്ള ബന്ധം, ഉപ്പയോടുള്ള ബന്ധം ഒന്ന് അകൽച്ച ബാധിക്കുക എന്നതല്ല, മറിച്ച് ഏത് സന്ദർഭത്തിലും നമ്മുടെ എത്ര അകറ്റി നിർത്തിയാലും നമ്മുടെ ശരീരത്തിലൊരു അടയാളമുണ്ട്. ഉമ്മയിൽ നിന്ന് വേർപ്പെടുന്ന സമയത്ത് നമ്മുടെ പൊക്കിൾക്കൊടി എന്ന അടയാളം ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്തതാണ്. അത് ഉമ്മയോടുള്ള ബന്ധത്തെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് നമ്മൾ എത്ര നന്മകൾ ചെയ്താലും ശരി, ഒന്നും ആവൂല എന്നാണ്. തൻ്റെ തോളിലേറ്റി ഉമ്മയെ ഹജ്ജിന് വേണ്ടി കൊണ്ടുവന്ന് മർലൻഹുവിനോട് ചോദിക്കാണ്, അല്ല എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മ പ്രസവ വേദന അനുഭവിച്ച ആ ഒരു പ്രയാസത്തിൻ്റെ 1% പോലും ആയിട്ടില്ല എന്നാണ് തിരിച്ചു മറുപടി പറയുന്നത്. അതുകൊണ്ട് ഉമ്മയോട് ഉപ്പയോട് നമുക്ക് ബാധ്യതകളുണ്ട്. ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തി ഇല്ലാത്ത ഒരു ജീവിതം അത് റബ്ബിൻ്റെ കോപത്തിന് കാരണമാകുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ഉമ്മയെ ഉപ്പയെ വെറുപ്പിക്കുന്ന, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഉമ്മയും ഉപ്പയും വെറുപ്പിക്കുന്ന, അല്ലെങ്കിൽ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഉമ്മയും ഉപ്പയും വെറുപ്പിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ചെയ്തു കൊടുത്തിട്ടും നമ്മൾ ഭയപ്പെടേണ്ടത് എൻ്റെ ഉമ്മ തൃപ്തിയടഞ്ഞിട്ടുണ്ടോ എന്നാണ്. നമ്മൾ ഇന്ന് രാവിലെ ഖുർആൻ ക്ലാസ്സിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവർ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഭയപ്പെടുകയാണ്. ഞാൻ ചെയ്യേണ്ടതിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് ഭയപ്പെടുന്നവരാണ് വിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇനി ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചുപോയവരാണെങ്കിൽ ആ മരിച്ചുപോയ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടിയുള്ള ചില ബാധ്യതകൾ ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യാനുണ്ട്. അതിലൊന്നാമത്തത് പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവരുടെ ഖബറിൽ പ്രകാശം ലഭിക്കാൻ, പരലോകത്ത് മഗ്ഫിറത്ത് ലഭിക്കാൻ, പരലോകത്ത് സ്വർഗം ലഭിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കടപ്പാടുകൾ, ദുനിയാവിൽ നിർവഹിക്കേണ്ട കടപ്പാടുകൾ മുഴുവൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 9-ാമത്തത് പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക, പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ കാരണമാകുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കും പരീക്ഷണം ഇങ്ങനെ അധികരിക്കുന്നത് നമ്മോട് അള്ളാഹുവിന് എന്തെങ്കിലും ഇഷ്ടക്കേടുള്ളത് ഉണ്ടായിരിക്കുമെന്നാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അത് അമ്പിയാക്കന്മാരാണ്. പിന്നെ അതുപോലെയുള്ളവർ എന്ന് വെച്ചാൽ അതേ വിശ്വാസത്തിൻ്റെ ദൃഢത കൂടുന്നതിനനുസരിച്ച് പരീക്ഷണം അധികരിക്കുന്നതാണ്. നമുക്ക് പരീക്ഷണം വരുന്നില്ലെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കണം. ഇനി പരീക്ഷണം വരാതെ തന്നെ, പരീക്ഷണം തന്നെ 2 രൂപത്തിലുണ്ടെന്നാണ്. ഒന്ന്, പ്രയാസങ്ങളാൽ പരീക്ഷിക്കും. രോഗം തന്ന്, സമ്പത്ത് പിടിച്ചു വെച്ച്, കുട്ടികളെ നൽകാതെ, പല രൂപത്തിലുള്ള പരീക്ഷണം. എന്നാൽ പരീക്ഷണം 2-ാമത്തെ രൂപമുണ്ട്, അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടും പരീക്ഷിക്കും. അതൊരു പരീക്ഷണം. വിശുദ്ധ ഖുർആനിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അൻ അഷ്കുറ അം അക്ഫുർ, ഈ അള്ളാഹു നൽകിയ അനുഗ്രഹം അതിൽ ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നോ, അതും ഒരു പരീക്ഷണമാണ്. മക്കളെ തരുന്നത് പരീക്ഷണമാണ്, സമ്പത്ത് നൽകുന്നത് പരീക്ഷണമാണ്. അപ്പോൾ പരീക്ഷണം എല്ലാവർക്കും ഉണ്ടാവും. അതിൽ വിശ്വാസം അധികരിക്കുന്നതിനനുസരിച്ച് പരീക്ഷണം വർദ്ധിക്കും എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചും പരീക്ഷിക്കും. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തിയത്, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അള്ളാഹു പറയാണ്, പട്ടിണി കൊണ്ട്, ഭയം കൊണ്ട്, സമ്പത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ട്, മരണങ്ങൾ കൊണ്ട് നമ്മളെ പരീക്ഷിക്കും, വിഭവങ്ങൾ കുറഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മളെ പരീക്ഷിക്കും. അല്ലേ? ഇപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞ് നടന്നു വരുമ്പോൾ പോലും പറഞ്ഞത് യുദ്ധം അധികരിക്കുകയാണ്, അപ്പോൾ നമുക്ക് വലിയ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വബശ്ശിരിസ് സാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന ഇളമിൽ ജസാ മഅ ഇളമിൽ ബലാ, ഏറ്റവും നല്ല പ്രതിഫലം എന്നുള്ളത് പരീക്ഷണത്തിൽ ക്ഷമിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ അവർക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അള്ളാഹു ഒരു കൗമിനെ, സമുദായത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരിൽ പരീക്ഷണം അള്ളാഹു ഇറക്കുന്നതാണ്. ഫമൻ റളിയ ഫലഹു റിള,
ആരെങ്കിലും ആ പരീക്ഷണത്തിൽ തൃപ്തിയടഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുത്തും, ആ സമുദായത്തെ തൃപ്തിപ്പെടുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടണമെങ്കിൽ പരീക്ഷണത്തിൽ സഹിക്കുവാനും അള്ളാഹുവിൽ നിന്നുള്ള ഈ പരീക്ഷണത്തിൽ ക്ഷമിക്കുന്നതിലൂടെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയും വെക്കുക എന്നത് റബ്ബിൻ്റെ തൃപ്തി നേടാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. 10ാമത്തത് നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന ദന്തശുദ്ധീകരണമാണ്. രാവിലെ എണീറ്റാലൊന്ന് പല്ലേക്കും, പിന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം പല്ലേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആനയൊന്നും പല്ലേച്ചിട്ടല്ലല്ലോ ജീവിക്കണത് എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റബ്ബിൻ്റെ തൃപ്തി നേടാൻ ദന്തശുദ്ധീകരണം കാരണമാകുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗല അൻ അശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി സ്വലാഹ്. എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും എൻ്റെ ഉമ്മത്തിന് പ്രയാസമാവുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. കാരണം എന്നറിയോ, മർലാത്തുൻ ലി റബ്ബ്, റബ്ബിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി ഇത് കാരണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് ഞാൻ മരിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ റബ്ബിൻ്റെ തൃപ്തി എനിക്ക് നേടിയിട്ടാണോ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ തിരുത്താൻ ഒരുപക്ഷെ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരിക്കൽ തിരുത്തിയതിൻ്റെ വേദന, തിരുത്തിയതിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന വേദന ഇതുവരെ മാറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ തിരുത്താൻ ആരും ഉണ്ടാവില്ല, തിരുത്താൻ നമ്മൾ തന്നെ വേണ്ടി വരും. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞു വെച്ചത്, ഹാസിബു ഖബല അൻ തുഹാസബു. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം വിചാരണക്കെടുക്കണം. എപ്പോൾ? വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. പരലോകത്തൊരു വിചാരണ ഉണ്ട്. ആ വിചാരണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങൾക്ക് അവസരമില്ല. കർമ്മങ്ങൾക്ക് ഈ ദുനിയാവ് അവസരമാണ്. അപ്പോൾ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ദുനിയാവിൽ നമ്മൾ സ്വയം വിചാരണയ്ക്ക് വിധേയമാകണം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഏത് മേഖലയും, ഇബാദത്തിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ, കുടുംബജീവിതത്തിൻ്റെ മേഖലയിൽ, സമ്പത്ത് സമ്പാദിക്കുന്ന വിഷയത്തിൽ, നമ്മുടെ പഠനത്തിൻ്റെ വിഷയത്തിൽ, നാമുമായി ബന്ധപ്പെടുന്ന ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ടോ അള്ളാഹുവിൻ്റെ കോപമുണ്ടോ എന്ന് പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ കോപം വന്നു ഭവിക്കുന്നതിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ബോധപൂർവം വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിലോ ഫഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയടയുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രവാചകന്റെ പ്രാർത്ഥനയിൽ പോലും അല്ലാഹുമ്മ ഇന്നി അഊദു ബി റിളാക മിൻ സഖതിക്, അല്ലാഹുവേ നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ കോപത്തിനെ ഞാൻ ശരണം തേടുന്നു. ഏതിൽ നിന്നും? എന്തുകൊണ്ടാണ് തേടുന്നത്? ആ തേട്ടം ബി റിലാഖ്, നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റബ്ബിൻ്റെ തൃപ്തി അടയുന്ന, റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണവേളയിൽ അല്ലാഹു തൃപ്തിയടയുന്ന മരണം ഭവിക്കുവാൻ, അങ്ങനെ മരണത്തെ നേരിടുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജകളിലേക്ക് പ്രവേശിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.